കലോത്സവ വേദിയിലെ ഓരോ രൂപങ്ങളെയും ഭാവങ്ങളെയും പൂർണ്ണമാക്കുന്നത് നിറങ്ങളാണ്. പ്രകൃതിദത്തമായ വിവിധ കൂട്ടുകൾ ചേർത്താണ് ഈ നിറങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവ ഉപയോഗിക്കുന്നത് പ്രത്യേക രീതിയിലുമാണ്. കലോത്സവ വേദിയിലെ നിറക്കാഴ്ചകളിലേക്ക്. പഞ്ചവർണ്ണ സിദ്ധാന്തത്തിലെ 5 നിറങ്ങൾ: മഞ്ഞ, പച്ച, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്. പച്ചയോലയിൽ വെളിച്ചെണ്ണയിൽ ചേർത്ത് ഈർക്കിൽ തുമ്പിൽ നിന്നും മുഖങ്ങളിലേക്ക് പകരുന്ന ഭാവക്കൂട്ട്. ചായങ്ങൾ തുടങ്ങുന്നത് മനയോല കല്ലിൽ നിന്നും. പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന മനയോല എന്നൊരു കല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിറങ്ങളിലൊന്ന്. അത് കരിങ്കല്ലിൽ കുത്തിപ്പൊടിച്ച് വെളിച്ചെണ്ണ ചാലിക്കുമ്പോൾ മഞ്ഞ നിറമായി മാറും. ആ മഞ്ഞ നിറത്തിൻ്റെ അകത്ത് കട്ടനീലം ചേർക്കുമ്പോൾ പച്ച നിറമായി മാറുന്നു. ഇതേ നേരത്തെ ഉണ്ടാക്കിയ മഞ്ഞ കളറിൻ്റെ അകത്ത് ചെഞ്ചില്ലയോ ചായപ്പൊടിയോ ചേർക്കുമ്പോൾ അത് ചുവപ്പ് നിറമായി മാറും. വിളക്കിലെ തിരികത്തിച്ച് കറുപ്പെടുക്കുമ്പോൾ വെളുപ്പിനായി ചുണ്ണാമ്പോ അരിപ്പൊടിയോ. നിലവിളക്കിൻ്റെ തിരി കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന പുക ഒരു ഓട്ടിൻ്റെ മുകളിൽ പിടിപ്പിക്കും. ആ മഷി പരണ്ടി എടുത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ട് കറുപ്പ്. പിന്നെ ഉള്ളത് വെള്ള നിറത്തിന് പച്ചരിയും ചുണ്ണാമ്പും ചേർത്ത് ഒരു മിശ്രിതം. പഞ്ചവർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്ത കൂട്ടുകൾക്കനുസരിച്ച് വ്യത്യസ്ത നിറങ്ങൾ. പൂർവ്വം ചില കഥകൾക്ക് മാത്രം പഴുക്ക എന്നൊരു നിറം, ശിവനെ പോലുള്ള കഥാപാത്രങ്ങൾക്ക് നരസിംഹത്തിനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ചേർത്ത് ഒരു മഞ്ഞ അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പം അത് ഓറഞ്ച് കിട്ടാൻ വേണ്ടി മനയോലേൻ്റെ അകത്ത് ചെഞ്ചില്യം ചേർക്കുന്നതിൻ്റെ അംശം കുറയ്ക്കും. മഞ്ഞേൻ്റെ അകത്തൊരു ആവശ്യമായ പാകത്തിന് ചുവപ്പ് ചേർത്താൽ ഓറഞ്ചായിരിക്കും. നിറങ്ങൾ തന്നെയാണ് ഭാവങ്ങളിലേക്കും വഴി തെളിയിക്കുന്നത്. വേഷങ്ങളിലെ നിറങ്ങളും കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. ഈ മനയോലയിൽ മനയോലയിൽ നീല ചേർത്തിട്ട് സാത്വിക ഭാവമുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയും. ചുവപ്പ് കൂടുതലുള്ള കത്തി വേഷങ്ങൾ ഒക്കെ രൗദ്രഭാവമായിട്ട് മാറും. കുറച്ചുകൂടി ദുഷ്ടകഥാപാത്രങ്ങൾക്ക് ചുവന്ന നിറം മാത്രം ഉപയോഗിക്കുന്ന കൂടുതലുള്ള നിറങ്ങളുണ്ട്. അത് ചുവന്ന താടിയൊക്കെയുള്ള കഥാപാത്രങ്ങളായിട്ട് മാറും. കറുപ്പ് സാത്വിക കഥാപാത്രങ്ങൾ, കുറച്ചുകൂടി ഇപ്പോൾ കാട്ടാളൻ അങ്ങനെയൊക്കെയുള്ള ദുഷ്ടകഥാപാത്രങ്ങൾക്ക് കറുപ്പും വരുന്നുണ്ട്. ഒരു കാലത്ത് നിറങ്ങൾ കല്ലുകളായിരുന്നെങ്കിൽ ഇന്ന് അത്തരത്തിൽ സുലഭമല്ല. കട്ടനീലം മുമ്പ് കല്ലുകളായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് മാത്രം സാധനങ്ങളെ അങ്ങനെ കിട്ടാനുള്ളൂ. അത് റയറായിട്ടുള്ളൊരു സാധനമാണ്. ഉത്തരേന്ത്യയിലിട്ട് വരുന്നതാണ്. അതും നമ്മൾ നീലം കർഷകർ എടുക്കുന്ന കട്ടനീലം ഉണ്ടല്ലോ, അത് തന്നെയാണ് സാധനം. ഓരോ കലാരൂപങ്ങളിലും ഓരോ നിറങ്ങളും എവിടെ ചേർക്കണമെന്നും എങ്ങനെ ചേർക്കണമെന്നും എഴുതപ്പെട്ടവയാണ്. കല്ലിൽ നിന്നും പൊടിയാക്കി മാറ്റി കൂട്ടുചേർത്ത് തേച്ചെടുക്കുന്നത് കലാകാരന്മാരുടെ നിറമുള്ള ജീവിതം കൂടിയാണ്. മനയോലയിൽ ചേർക്കുന്ന കൂട്ടുകൾക്കനുസരിച്ച് രൂപപ്പെടുന്ന വ്യത്യസ്ത നിറങ്ങൾ. ഓരോ നിറത്തിനും വ്യത്യസ്ത ഭാവങ്ങൾ, ഓരോ രൂപങ്ങൾക്കും വ്യത്യസ്ത നിറങ്ങൾ. കലോത്സവ നഗരിയിലെ നിറക്കൂട്ടുകൾക്കിടയിൽ നിന്നും ക്യാമറമാൻ ആശ്രയ്ക്കൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.